ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് ദിവസം മുന്നേ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും എൻ്റെ ജേണി വെയിറ്റ് ലോസ് ജേണീനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടതിന് 1-2 പേരെങ്കിലും കമൻറ്റ് ഇടാണെങ്കിൽ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് എന്തൊക്കെ ചെയ്തതെന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് മനീഷ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചാനൽ തുടങ്ങിയത് തന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ വെയിറ്റ് ലോസ് ജേണി കുറച്ച് പേർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ 74 kg ഉണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് കുറച്ചിട്ട് 48 kg ആയി. അപ്പം എൻ്റെ വെയിറ്റ് കുറഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സും ഒക്കെ ചോദിച്ചിരുന്നു എന്താ ചെയ്ത് എങ്ങനെയാണ് വെയിറ്റ് കുറച്ചതെന്നൊക്കെ. അപ്പൊ കുറെ പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, മെസ്സേജ് അയച്ച് പറഞ്ഞു കൊടുത്തു. പിന്നെ നേരിട്ട് കാണുന്നവർ ചോദിക്കുമ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവര് തന്നെ തമാശക്ക് ഇങ്ങനെ പറഞ്ഞു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിനക്ക് അതിലിട്ടൂടെ, അപ്പൊ ആരെങ്കിലൊക്കെ ഉപകാരം ആവില്ലേ എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി ശരിയാ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിലിടാം, ആരെങ്കിലൊക്കെ ഉപകാരം ആവണമെങ്കിൽ ആയിക്കോട്ടെ. പ്രത്യേകിച്ച് അമ്മമാര് ആണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ, ഒട്ടുമിക്ക ആൾക്കാരും കുട്ടികളായവരാ. അപ്പൊ അങ്ങനെയുള്ളവർ തന്നെയാണ് ചോദിച്ചതൊക്കെ. അപ്പോഴാണ് എനിക്ക് യൂട്യൂബ് ചാനൽ ഒന്ന് തുടങ്ങിയാൽ കൊള്ളാന്ന് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഞാൻ തുടങ്ങിയതും ഇതിന് വേണ്ടിയിട്ട് തന്നെയാട്ടാ. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ഓൺ വോയിസിൽ ലൈവായിട്ട് വന്നിരുന്ന് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര നാള് ചെയ്യാതിരുന്നത്. ഇപ്പൊ കുറെ കോൺഫിഡൻസ് ഉണ്ട് എന്നല്ല, പക്ഷെ എനിക്ക് കുറച്ച് ചമ്മല് മാറി കിട്ടി 1-2 ഓൺ വോയിസിൽ വീഡിയോ ഇട്ടപ്പോ. അപ്പൊ നമുക്ക് അധികം സംസാരിക്കാണ്ട് നേരെ ടോപ്പിക്കിലേക്ക് പോവാട്ടാ. ഫസ്റ്റ് തന്നെ ഞാൻ പറയണത് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡയറ്റും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വർക്കൗട്ടൊക്കെ ചെയ്തിട്ടാണ് വെയിറ്റ് കുറച്ചത്. ഞാൻ ഒരു ഡോക്ടറിനെയും കണ്ടിട്ടില്ല, യൂട്യൂബിലും ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് കിട്ടിയ ഐഡിയാസ് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. വിശപ്പും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഫുഡൊന്നും ഞാൻ ഒട്ടും അങ്ങനെ ഇന്ന ഫുഡ് മാത്രം കഴിക്കാൻ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എന്നെ പോലെയുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ഒട്ടും മടിയില്ലാത്തവർക്കൊക്കെ ഇത് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അതിന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി തിരഞ്ഞെടുത്തിട്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അല്ലാതെ ഇതേപോലത്തെ ഫുഡ് കഴിക്കണം, ഇതേപോലെ വർക്കൗട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഡയറ്റൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ വയ്യാണ്ടാവണതും ഒരു കുട്ടി മരിച്ചു പോയതൊക്കെ ഇങ്ങനെ കണ്ട കാരണമുണ്ട് എനിക്ക് പേടിയുണ്ട്. പക്ഷെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ പട്ടിണി കിടന്നിട്ടല്ല വെയിറ്റ് കുറച്ചത്. കുറെ പേര് എന്നോട് അങ്ങനെ ചോദിക്കാറുണ്ട്, നീ എന്താ പട്ടിണി എടുക്കായിരുന്ന, എന്താ ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് പട്ടിണി എടുക്കാൻ പറ്റില്ല. ഫുഡ് വിശപ്പ് ഒട്ടും സഹിക്കാത്ത ആളാണ് ഞാൻ. എന്ത് കഴിച്ചാലും വിശപ്പ് ഞാൻ സഹിക്കില്ല. അതുകൊണ്ട് പട്ടിണി കിടക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെന്ന് വെച്ചാൽ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഫുഡുകൾ ഒഴിവാക്കാൻ അതെനിക്ക് വിഷമമുള്ള കാര്യമല്ല. കാരണം ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഷുഗർ വരുമെന്ന് പേടിച്ചിട്ട് സ്വീറ്റ്സ് ഒക്കെ കഴിക്കാതിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വെയിറ്റ് ലോസ് ജേണിയിൽ എനിക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഡെലിവറി കഴിഞ്ഞിട്ട് മോൾക്ക് ഒരു 6 മാസം 7 മാസമൊക്കെ ആയതിനു ശേഷമാണ്. അതായത് കുറുക്കൊക്കെ കൊടുത്ത് തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഡയറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഫീഡിങ് മാത്രമല്ലല്ലോ, ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡോക്ടറിനെ ഒന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് പോയിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു. ഷുഗർ, കൊളസ്ട്രോള്, തൈറോയിഡ് ഒക്കെ ചെയ്തപ്പം എല്ലാം നോർമലായിരുന്നു. കൊളസ്ട്രോൾ, ഷുഗർ അതൊന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ എനിക്ക് മൈഗ്രെയിൻ ഉള്ള ആളാണ്. അപ്പോൾ എൻ്റെ കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം കാലത്തൊരു കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ ചെന്നു മുഴുവൻ തലവേദന എടുക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റ് ഒരു കട്ടൻ ചായ കുടിച്ചാൽ എൻ്റെ തലവേദന മാറില്ല, അങ്ങനത്തെ കുറെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒഴിവാക്കിയത് ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടാ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ പെട്ടെന്ന് വെച്ച വെയിറ്റ് ഒന്നല്ല. പ്രഗ്നന്റ് ആയിട്ട്
ഒരു 6-7 മാസം വരെ എനിക്ക് അത്ര വണ്ണമൊന്നും വന്നിരുന്നില്ല. ഡെലിവറിയുടെ സമയമായപ്പോഴും ഒരു 60 kg 64 ആ ഒരു റേഞ്ചിലായിരുന്നു. ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ വണ്ണം വെച്ചത്. അതെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട് വെച്ച വണ്ണം തന്നെയാണ്. നമുക്ക് വിശപ്പൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അറിയാലോ, ഫീഡ് ചെയ്യുന്ന കാരണം കൊണ്ട് നല്ലോണം ഫുഡ് കഴിക്കായിരുന്നു. അത് വീട്ടിലുണ്ടാക്കുന്ന ഫുഡായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഒക്കെ നല്ലോണം ഫുഡ് കഴിക്കണം. അപ്പോൾ പെട്ടെന്ന് വെച്ച വെയിറ്റ് ഒന്നല്ല, ഫുഡ് കഴിച്ച് അങ്ങനെ പതുക്കെ കൂടി വന്ന വെയിറ്റാ. അപ്പോൾ ഒരു കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കാം, പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് വെയിറ്റ് ലോസ് ഒന്നും സംഭവിക്കില്ല. നമ്മുടെ വെയിറ്റ് വന്നത് കുറെ ടൈം എടുത്തിട്ടാണെങ്കിൽ അതേപോലെ തന്നെ അത് കുറയാനും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്ക് 6-7 മാസമൊക്കെ ആയില്ല. അപ്പൊ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് മോളുടെ 1ാമത്തെ ബർത്ത്ഡേ വരുമ്പോഴേക്കും എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. അത് 74 കിലോ എന്നുള്ളത് ഒരു 60 കിലോ ആക്കണം എന്നുള്ള അതായിരുന്നു എന്റെ ടാർഗറ്റ്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് കേട്ടോ. അപ്പോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് ചാടി കയറി വർക്കൗട്ട് ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം തന്നെ ഞാൻ ചെയ്തത് ഷുഗർ കട്ട് ചെയ്ത പറഞ്ഞില്ലേ, ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടാ. അപ്പൊ തന്നെ ഒരാഴ്ചയൊക്കെ അങ്ങനെ വർക്കൗട്ടും ഇതൊന്നും ഇല്ലാണ്ട് ഫുഡിലൊരു കൺട്രോൾ വരുത്തി. ചോറിന്റെ അളവ് കുറച്ചു. അപ്പൊ ഞാൻ ചെയ്തത് ഓർഡറിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തത് ഷുഗർ കട്ടാണ്. അതായത് എക്സ്ട്രാ ആഡഡ് ഷുഗർ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. അതായത് ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ്, പിന്നെ സ്വീറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടാ. പിന്നെന്ന് വെച്ചാൽ കാലത്ത് എണീറ്റിട്ട് വെറും വയറ്റില് അയമോദകം വാങ്ങാൻ കിട്ടും. അത് തിളപ്പിച്ച വെള്ളം, അത് 1-2 സ്പൂൺ ഇട്ട് തിളപ്പിച്ചിട്ട് അത് കുടിക്കാൻ തുടങ്ങി. അത് വെറും വയറ്റില് കാലത്ത് മാത്രമായിട്ട് ഒരു ഗ്ലാസ് കുടിക്കും. പിന്നെ ഷുഗർ കട്ട് പ്ലസ് അരിയുടെ ഭക്ഷണം അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. അതായത് ഉച്ചയ്ക്കും ഇല്ല വൈകുന്നേരത്തും ഇല്ല. പിന്നെ എനിക്ക് എന്ന് വെച്ചാൽ ചോറിനെക്കാട്ടും ഇഷ്ടം ചപ്പാത്തി, ഗോതമ്പിന്റെ ഐറ്റംസ് ഒക്കെ, ഗോതമ്പ് പുട്ട്, ഗോതമ്പിന്റെ ദോശ. അതുകൊണ്ട് എനിക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചായയും കാപ്പി ഒഴിവാക്കിയതാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. എനിക്ക് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ ഒരു ഗ്ലാസ് ചായ കുടിച്ചില്ലെങ്കിൽ ഈ തലവേദന അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ പതുക്കെ എനിക്ക് മനസ്സിലായത് എന്റെ തെറ്റിദ്ധാരണയാണ്. ചായയും കാപ്പിയും കുടിച്ചില്ലെങ്കിൽ ഒന്നും വരാൻ പോകുന്നില്ല. അങ്ങനെ കുടിക്കാൻ തോന്നുമ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് കൊടുക്കുക, ചൂടുവെള്ളം കുടിക്കും, അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ കാലത്ത് എണീറ്റ വഴിക്ക് ഒരു ഗ്ലാസ് അയമോദക വെള്ളം കുടിക്കും കേട്ടോ. വെള്ളം കുടിക്കാനായിട്ട് മുന്നേ എണീറ്റ വഴിക്ക് ഫസ്റ്റ് തന്നെ വർക്കൗട്ടാണ് ചെയ്തത്. വർക്കൗട്ട് ഞാനൊരു ആപ്പിൽ നോക്കിയിട്ടാണ് ചെയ്തത്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയില് വർക്കൗട്ട് എന്തൊക്കെയാ ചെയ്തെന്നുള്ള ആപ്പ് ഉപയോഗിച്ചിട്ട് അതിലത്തെ വർക്കൗട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്റേതായ രീതിയിലുള്ള വർക്കൗട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പൊ ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ പറയും ഞാൻ ചെയ്യുന്ന രീതി ഒന്നും റെഡി അല്ല എന്ന് പറയും. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ, എനിക്ക് അധികം കുറെ ബോഡി അനങ്ങിയിട്ട് ഇങ്ങനെ വേദന സഹിക്കാൻ അങ്ങനെ അതൊന്നും സഹിക്കാൻ പറ്റുന്ന ആളല്ല ഞാൻ. പിന്നെ എനിക്ക് ടൈം കുറച്ച് പരിധി ഉണ്ടല്ലോ, അറിയാലോ. 2 പിള്ളേരുള്ള കാരണം കൊണ്ട് നമുക്ക് കുറെ നേരം വർക്കൗട്ട് നമുക്ക് കളയാനൊന്നും പറ്റില്ല. മോൾക്ക് സ്കൂളിലുള്ള ടൈമായിരുന്നു. പിന്നെ ചെറിയ ആൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കില്ല. അപ്പൊ അവള് എണീക്കണേക്കാട്ടും മുന്നേ കാലത്ത് ഒരു 4:45-5 മണിക്കാകുമ്പോൾ ഞാൻ എണീറ്റിട്ട് ആ ടൈമിലാണ് വർക്കൗട്ട് ചെയ്തിരുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ വർക്കൗട്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്യണായിട്ടും എന്തോ ഡ്രിങ്ക് കഴിക്കണം അങ്ങനെയൊക്കെ ഞാൻ കണ്ടു വീഡിയോസിൽ. പക്ഷെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കി ഇതൊക്കെ കുടിച്ച് വർക്കൗട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും മോള് എണീക്കും. അപ്പൊ എന്റെ സമയം പോകും. അപ്പൊ ഞാൻ അതൊന്നും ചെയ്യില്ല. എണീറ്റ് വയ്ക്ക് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വേഗം ഈ വർക്കൗട്ട് ചെയ്തു. വർക്കൗട്ട് തന്നെ ഇപ്പൊ ആ ആപ്പിൽ പറയുന്നത് മുഴുവൻ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും ഞാൻ ടയേർഡായി ഞാൻ നിർത്തും. എന്നിട്ട് ബ്രേക്ക് എടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ചെയ്യും. അപ്പൊ അത് കൂടിപ്പോയി ഒരു 25 മിനിറ്റ് ഒക്കെ ചെയ്തതെന്നുള്ളൂ. ചില ദിവസം 25 മിനിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ എന്റെ മോളെ എണീക്കും. അപ്പൊ അവളെ പോയി ഫീഡ് ചെയ്ത് ഉറക്കി വരുമ്പോ പിന്നെ ചെയ്യാൻ സമയം കിട്ടില്ല. പിന്നെ അന്നൊന്നും കംപ്ലീറ്റ്ലി സമയം കിട്ടിയില്ലെങ്കിൽ അന്നൊന്നും ചെയ്യില്ല. പിന്നെ വെച്ചാൽ ബ്രേക്ക് എടുത്തിട്ടില്ല. ആഴ്ചയിൽ 7 ദിവസം എല്ലാ ദിവസവും ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നാളെ സമയം കിട്ടിയില്ലെങ്കിലോ, ചിലപ്പോ ഉണ്ണി എണീറ്റ് കഴിഞ്ഞാൽ നാളെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അപ്പൊ ഇന്ന് സമയമുണ്ട് ഇന്ന് ചെയ്യാം, നാളെ പറ്റിയില്ലെങ്കിൽ ചെയ്യണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് ഒരു ദിവസം പോലും മുടക്കാതെ ചെയ്തിട്ടുണ്ട്. അതും എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നൊന്നും പറയില്ല. പിന്നെ ഇതേ വർക്കൗട്ട് തന്നെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടാ. ഞാൻ ചെയ്തതാണ് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് തന്നെ എണീറ്റിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അയമോദക വെള്ളം. ഇതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അയമോദക വെള്ളം. ഞാൻ ഫസ്റ്റ് ഡെലിവറിയിലും ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ കുടിച്ചിരുന്നത്. ഇത് കുടിക്കുമ്പോൾ പിന്നെ വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഇപ്പൊ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കായാലും പ്രശ്നമില്ല.
പാലിന്റെ അളവ് കുറയൊന്നുമില്ല. പിന്നെ അതിന്റെ ടേസ്റ്റ് കുറച്ച് അത്ര നല്ല ടേസ്റ്റ് അല്ലാന്ന് മാത്രം. എന്നാലും കുഴപ്പമില്ല. ഡെയിലി അത് കുടിക്കുമ്പോൾ പിന്നെ ആ ടേസ്റ്റ് നമുക്ക് സെറ്റ് ആയിക്കോളും. പ്രത്യേകിച്ച് വികാരമൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് കൊണ്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചിരുന്നത്. പിന്നെ ലഞ്ച് ഈ പറഞ്ഞ പോലെ റൈസ് അല്ലാണ്ട് ഗോതമ്പ് പുട്ട്, ഗോതമ്പ് ദോശ, ഗോതമ്പ് ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലും കഴിക്കും. കൂടെ കുക്കുംബറും ക്യാരറ്റും എല്ലാ ദിവസവും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അതായത് ലഞ്ചിന്റെ കൂടെ ഡിന്നറിന്റെ കൂടെ കുക്കുംബറും ക്യാരറ്റും ഞാൻ കഴിക്കണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലഞ്ച് വരെയുള്ള ടൈമിന്റെ ഇടയ്ക്ക് നമുക്ക് എന്തായാലും വിശക്കൂല. ഫീഡ് ചെയ്യുന്ന അമ്മയാണ്, അപ്പോ എന്തായാലും വിശക്കാണ്ടിരിക്കില്ല. അല്ലെങ്കിൽ എനിക്ക് വിശക്കും, ഫീഡ് ചെയ്യുന്നതിനോട് കുറച്ച് കൂടുതൽ വിശപ്പുണ്ടാവും. അപ്പൊ ഞാൻ എന്താ കഴിക്കാന്ന് വെച്ചാൽ ചിലപ്പോ എഗ് ഉണ്ടെങ്കിൽ അത് ബോയിൽ ചെയ്തിട്ട് അതിന്റെ യെല്ലോ കഴിക്കില്ല, വൈറ്റ് പാട്ട് മാത്രം കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുക്കുംബർ ക്യാരറ്റ് ഇരിക്കുന്നെങ്കിൽ അത് കഴിക്കും. അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ കഴിക്കും. ആദ്യം വെച്ചാൽ ഞാൻ ആ നേരത്തൊക്കെ വല്ല ബേക്കറി എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ കാലത്ത് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അത് കഴിക്കാതെ ഇടനേരത്ത് വിശക്കുമ്പോ ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കുക്കുംബർ ക്യാരറ്റ് അല്ലെങ്കിൽ എഗ്ഗ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചു തുടങ്ങി. ഒട്ടും പറ്റില്ല, ഭയങ്കരമായിട്ട് മധുരം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് 2 എടുത്ത് കഴിക്കും. അതായിരുന്നു ഒരു സ്നാക്സ് പോലെ ഞാൻ ഇടനേരത്ത് കഴിച്ചിരുന്നത്. പിന്നെ ലഞ്ച് എങ്ങനെ ഗോതമ്പിന്റെ ഐറ്റംസ്. പിന്നെ ഈവനിങ്ങിൽ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊന്നും കഴിക്കില്ല, വെള്ളം കുടിക്കും. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കും. നേന്ത്രപ്പഴം ഞാൻ പരമാവധി ഒഴിവാക്കിയിരുന്നു. ചെറുപഴം ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കും. അല്ലെങ്കിൽ വല്ല ആപ്പിൾ മുന്തിരി ഓറഞ്ച് ഉണ്ടെങ്കിൽ അത് കഴിക്കും. ഭയങ്കരമായിട്ട് വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് കഴിക്കും. അത് വൈറ്റ് മാത്രം കഴിക്കുള്ളൂ, യെല്ലോ കഴിക്കില്ല. പിന്നെ ഡിന്നർ ഈ പറഞ്ഞ പോലെ 2 ഗോതമ്പ് ദോശയോ 2 ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പിന്റെ പുട്ടോ അല്ലെങ്കിൽ ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കിട്ടോ അത് കഴിക്കും. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിച്ച ഫുഡിന്റെ റെസിപ്പീസ് ഒക്കെ ഞാൻ വേറെ വീഡിയോ ഇടാട്ടെ. ഇങ്ങനെയാണ് എന്റെ ഫുഡ് റൂട്ടീൻ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചെയ്തിരുന്ന വർക്കൗട്ട് ഞാൻ പറഞ്ഞല്ലോ, കാലത്ത് ഫസ്റ്റ് തന്നെ എണീറ്റിട്ട് വർക്കൗട്ടാണ് ചെയ്തിരുന്നത്. അതും ആ ആപ്പിലുള്ള വർക്കൗട്ട് ചെയ്യും. കൂടാണ്ട് ജമ്പിങ് ജാക്സ് ഒരു 100 ചെയ്തിരുന്നു കേട്ടോ. അതും 100 ആദ്യമേ തന്നെ 100 സ്റ്റാർട്ടിങ് ഇങ്ങനെ 10, 20, 30 അങ്ങനെ തുടങ്ങിയിട്ട് ബ്രേക്ക് എടുത്തിട്ടാണ് ചെയ്തത്. പക്ഷെ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് 100 ചെയ്യാൻ പറ്റൂട്ടെ. ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എന്റെ വെയിറ്റ് കുറച്ചത്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇതേപോലെ ഡയറ്റ് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോ കുറെ പേര് പറഞ്ഞു. പിന്നെ കുറെ വീഡിയോസിലും കണ്ടു നമ്മൾ ഇതേപോലൊക്കെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് പിന്നെ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും പഴയ പോലെ കഴിക്കാനൊക്കെ തുടങ്ങി നമ്മൾ നല്ല വെയിറ്റ് വെക്കും, പഴയതിനെക്കാട്ടും വെയിറ്റ് വെക്കും, ചിലപ്പോൾ പഴയ വെയിറ്റ് തന്നെ ആവും എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്കത് പേടിയുണ്ടായിരുന്നു സത്യത്തില്. പക്ഷെ ഞാൻ ഈ വർക്കൗട്ടും ഈ ഡയറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഏകദേശം കഴിഞ്ഞ ജൂലൈയിലായിരുന്നു മോളുടെ 1ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം ഞാൻ പതുക്കെ ഈ ഷുഗർ കട്ട് ചെയ്തതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ചെറുതായിട്ടൊക്കെ ഷുഗർ കഴിക്കും, അധികമല്ല കുറച്ച്. പിന്നെന്ന് വെച്ചാൽ ഡയറ്റ് ഒന്നുമില്ല, സാധാരണ പോലെ ഭക്ഷണം കഴിക്കണം. അതിന്റെ അളവ് കുറേ അങ്ങോട്ട് കഴിക്കില്ല, കുറച്ചൊക്കെ അളവ് കുറച്ചിട്ട് കഴിച്ചു തുടങ്ങി. പിന്നെന്ന് വെച്ചാൽ വർക്കൗട്ടൊക്കെ എനിക്ക് പറ്റുമ്പോൾ മാത്രം ചെയ്തു തുടങ്ങി. ആദ്യത്തെ പോലെ മോള് സമ്മതിക്കൊന്നുമില്ല, അപ്പൊ അങ്ങനെ അങ്ങോട്ട് ചെയ്യാനൊന്നും പറ്റില്ല. എന്നിട്ടും ഞാൻ വെയിറ്റ് കൂടിയിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ 48, 49 ആ ഒരു 49 അങ്ങനെ ആവാറില്ല, 48 അതിന്റെ ഹാഫ് ഒക്കെ ആവും. അപ്പൊ ഞാൻ 1-2 ദിവസം ഒന്ന് കൺട്രോൾ ചെയ്യും, എന്നിട്ട് 48 ഇപ്പൊ എന്റെ വെയിറ്റ് അന്ന് ജൂലൈയിൽ 48 ആയതാട്ടെ. ഇപ്പൊ 1 വർഷം ആവാറ്. ഇപ്പോൾ എന്റെ വെയിറ്റ് 48 തന്നെയാട്ടാ. ഇതിന്ന് ഇതുവരെ 50 ആവും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പൊ എല്ലാ ഫുഡും കഴിക്കലുണ്ട്, ഷുഗർ സ്വീറ്റ്സ് കഴിക്കലുണ്ട്, ജ്യൂസ് കുടിക്കാറുണ്ട്, മിഠായി കഴിക്കാറുണ്ട്. അങ്ങനെ മധുരമുള്ളതൊക്കെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഞാൻ കഴിക്കാറുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, പണ്ടത്തെ പോലെ വലിച്ചു വരി കഴിക്കില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത കാര്യങ്ങളായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അതായത് വർക്കൗട്ട്, ഡയറ്റ്, പിന്നെ ഞാൻ കുടിച്ചിരുന്ന ഡ്രിങ്ക് എന്ന് പറയുന്നത് അയമോദകത്തിന്റെ വെള്ളം. ഇത്രയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എന്റെ വെയിറ്റ് 74 kg 48 kg എത്തിയത്. സത്യം പറഞ്ഞാൽ 47 kg ഞാൻ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച പോലെ അങ്ങനെ തോന്നിയിട്ടാണ് 1 കിലോ കൂട്ടി 48 kg മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. എനിക്ക് 50 kg വരെ ആവാം, പക്ഷെ 50 ഒക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് എന്തോ കംഫർട്ടബിൾ അല്ലാത്ത പോലെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, തടി കൂടിയപ്പോ എന്റെ ഭംഗി പോയിട്ടാ അല്ലെങ്കിൽ ആരെങ്കിലും തടി കൂടിയത് എന്നെ കളിയാക്കിയിട്ടൊന്നല്ല ഞാൻ വെയിറ്റ് കുറച്ചത്. എനിക്ക് വെയിറ്റ് കൂടിയത് എനിക്ക് കംഫർട്ടബിൾ അല്ല. എനിക്ക് സ്ഥിരം ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പല ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല. പിന്നെ പിള്ളേരുടെ വിട്ടാല ഇറക്കുമ്പോൾ പെട്ടെന്ന് ക്ഷീണാവുന്ന പോലെ തോന്നാം. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് കുറച്ചത്. അല്ലാണ്ട് വെയിറ്റ് കൂടുതലുള്ളത്, വണ്ണം കൂടുതലുള്ളത് ഭംഗിക്കുറവായിട്ടോ അത് വലിയ തെറ്റായിട്ടല്ല ഞാൻ പറയണത്. ഞാൻ ആദ്യമേ വണ്ണമില്ലാത്ത ആളായിരുന്നു. ഈ പ്രഗ്നൻസി ഇതൊക്കെ കാരണം കൊണ്ടാണ് ഞാൻ വണ്ണം വെച്ചത്. അപ്പൊ എനിക്ക് നല്ലത് ഞാൻ വണ്ണമില്ലാത്തതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട്
ഞാൻ വണ്ണം കുറച്ചതാട്ടോ. അല്ലെങ്കിൽ അല്ലാണ്ട് ആരെങ്കിലും വണ്ണം കൂടുതൽ എനിക്ക് ഭംഗിയില്ല, അല്ലെങ്കിൽ നീ എന്നെ തടിച്ചിന്ന് വിളിച്ചു അങ്ങനത്തെ കൊണ്ടൊന്നല്ല. എനിക്ക് വണ്ണം കുറവുള്ള എന്നെ കാണാനാണ് ഇഷ്ടം. അപ്പൊ ഞാൻ വണ്ണം കുറച്ചെടുത്തു. പിന്നെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് എന്നിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ഒരു ദിവസം ഇതൊക്കെ ചെയ്തോണ്ട് ഞാൻ വണ്ണം കുറയില്ല എന്ന് എനിക്കറിയാം. അപ്പൊ കുറെ ടൈം എടുത്ത് ആദ്യം തന്നെ നമ്മൾ മെന്റലി ഒന്ന് പ്രിപ്പയർഡ് ആവാണ് വേണ്ടത് ഈ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ. എനിക്ക് എന്നിൽ നല്ല വിശ്വാസമാണ്. അതുപോലെ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാനൊരു വെയിറ്റ് വിജയിച്ച് അതുവരെ എത്താൻ ഞാൻ എന്ത് ഹാർഡ് വർക്കും ചെയ്യാൻ തയ്യാറായിട്ട് എന്റെ മൈൻഡ് ഞാൻ അങ്ങനെ സെറ്റാക്കി. എത്ര സമയമെങ്കിലും ഞാൻ സമയം കണ്ടെത്തും. കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കെന്ന് പറയില്ലേ. അപ്പൊ എപ്പോഴും ഇങ്ങനെ പിള്ളേരുടെ കാര്യം നോക്കി അല്ലെങ്കിൽ ആ മറ്റു കാര്യങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ നടന്നാൽ പോരല്ല. നമുക്ക് വേണ്ടിയിട്ട് എനിക്കൊരു 10-20 മിനിറ്റ് എനിക്കൊരു ദിവസം മാറ്റി വെച്ചാൽ മതി എന്റെ ഈ വർക്കൗട്ടിന് വേണ്ടിയിട്ട്. പിന്നെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം പിന്നെ ചോറ് ഞാൻ ഒഴിവാക്കിയത് എന്ന് വെച്ചാൽ ചോറ് കഴിച്ചാൽ വണ്ണം കൂടുന്നത് കൊണ്ടോ ചോറ് ഒഴിവാക്കിയാൽ വണ്ണം കുറയും എന്നുള്ളത് കൊണ്ടല്ല. ചോറാവുമ്പോ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ കഴിച്ചിട്ട് മതിയായില്ലെങ്കിൽ വീണ്ടും എടുത്ത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. ഈ ചപ്പാത്തി ഗോതമ്പൊക്കെ ആകുമ്പോ ഇവിടെ വീട്ടില് വേറെ ആർക്കും ഇഷ്ടമല്ല, എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പൊ ഞാൻ എനിക്ക് മാത്രമേ ഉണ്ടാക്കുള്ളൂ 2 ദോശ 2 ചപ്പാത്തി. അപ്പൊ 2 കഴിച്ചിട്ട് ഇനി കഴിക്കുന്നത് തോന്നിയാലും ഉണ്ടാവില്ല. അപ്പൊ വീണ്ടും ഉണ്ടാക്കണ്ടേ, അതെനിക്ക് മടിയാണ്. അപ്പൊ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോറ് ഒഴിവാക്കിയിട്ട് ഗോതമ്പാക്കിയത്. അല്ലാതെ ചോറ് ഒഴിവാക്കിയോണ്ടാണ് ഞാൻ വണ്ണം കുറഞ്ഞതെന്ന് ഞാൻ പറയില്ല. ചോറ് ഒഴിവാക്കാനും ഞാൻ ആരോടും പറയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കാം. വലിച്ചു വാരി കഴിക്കാതിരിക്കുക, ആവശ്യമില്ലാതെ കുറെ മധുരം കഴിക്കാതിരിക്കുക. അത്ര ചെയ്താൽ തന്നെ നമ്മുടെ വെയിറ്റ് ഒരു കൺട്രോളിൽ പോകാൻ പറ്റും. പിന്നെ ഓവർ വെയിറ്റ് ഒക്കെ ആകുമ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഓവറായിട്ട് തന്നെ വർക്കൗട്ടൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ എന്താ, പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്റെ പോലെ ഒരു മടിച്ചിയായ ഒരാൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പൊ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമൊന്നല്ല ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. കുറച്ച് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ കുറച്ച് വേണ്ടാന്ന് വെക്കേണ്ടി വരും. കുഴപ്പമില്ല, എല്ലാം നോർമലായി നമുക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാം, ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാലോ. ഇപ്പൊ ഞാൻ എന്ത് കഴിച്ചാലും എനിക്ക് അങ്ങനെ ഓവർ വെയിറ്റ് വരാറില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് 1-2 കിലോ കൂടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരു 1-2 ദിവസം ഒന്ന് കൺട്രോൾ ചെയ്യും. അപ്പൊ ഞാൻ വീണ്ടും നോർമലിലേക്ക് എത്തും. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കഴിച്ച ഫുഡ് എന്താണെന്നും ഞാൻ ചെയ്ത വർക്കൗട്ട് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ വീഡിയോസ് ആയിട്ട് ഇടാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന് കമന്റ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാനായിട്ട്. ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഞാൻ എഴുതി വെച്ചിട്ട് അതൊക്കെ നോക്കി പറയണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എഴുതി വെച്ചിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് അത് അത്ര ഓക്കെ ആവില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് പോയിന്റുകൾ ഇന്നത് പറയണമെന്ന് കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇത് തന്നെ അത്യാവശ്യം ലോങ് വീഡിയോ ആയി. അപ്പൊ ഇനി അധികം ലോങ് ആക്കണില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇനിയും ടിപ്സുകളൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.